ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എങ്ങനെ ഒരു VLC മീഡിയ പ്ലെയർ ഉപയോഗിച്ച് നമ്മൾക്ക് എങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് VLC മീഡിയ പ്ലെയർ ഓണാക്കാം. VLC മീഡിയ പ്ലെയർ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് മീഡിയ എന്നുള്ള VLC മീഡിയ പ്ലെയറിലെ മീഡിയ എന്ന മെനു ഓൺ ആക്കുക. അതിൻ്റെ അകത്ത് ക്യാപ്ചർ ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഓപ്പൺ മീഡിയ എന്നുള്ള ഒരു പോപ്പപ്പ് വിൻഡോ ഓണായിട്ട് വരുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതിനകത്ത് ക്യാപ്ചർ മോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഡെസ്ക്ടോപ്പ് എന്നുള്ളത് ഓണാക്കി കൊടുക്കുക. ഡെസ്ക്ടോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് ഫോർ ദ ക്യാപ്ചർ അത് 1.00 എന്നുള്ളതാണ് ഫ്രെയിം പെർ സെക്കൻഡ് കിടക്കുന്നത്. അത് നമുക്ക് 20 എന്നാക്കി കൊടുക്കണം. അതിനുശേഷം പ്ലേ എന്നുള്ള ഒരു ഓപ്ഷൻ താഴെ കാണുന്നതാണ്. അതിന് താഴോട്ടുള്ള ആരോ കീയിൽ പ്രസ് ചെയ്ത് നമുക്ക് താഴോട്ട് കൺവേർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. Alt പ്ലസ് O സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ വരുന്നതാണ്. ഇതിൽ നമ്മൾക്ക് ചെയ്യാനുള്ളത് ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ എന്നുള്ളതുണ്ട്, അത് നമ്മൾ പ്രസ് ചെയ്യുക. അപ്പം എൻക്യാപ്സുലേഷൻ എന്നുള്ള ഒരു ഭാഗം വരുന്നതാണ്. അത് നമ്മൾ MP4 MOV എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. മുകളിൽ വീഡിയോ കോഡാക്ക് എന്നുള്ള ഇതുണ്ട്, അത് സെലക്ട് ചെയ്യുക. അതിന് വീഡിയോ എന്നുള്ള ഒരു ടിക്ക് മാർക്ക് അവിടെ കൊടുക്കണം. അതിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ MB കോഡാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നതാണ്. അത് താഴോട്ട് ആരാക്കി പ്രസ് ചെയ്ത് നമുക്ക് H264 എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. മുകളിൽ പ്രൊഫൈൽ നെയിം കൊടുക്കുക. പ്രൊഫൈൽ നെയിം കൊടുക്കണം. പ്രൊഫൈൽ നെയിം കൊടുക്കുന്നത് ഏതെങ്കിലും നമ്മളൊരു പേര് കൊടുത്താൽ മതി. ഡേറ്റ എന്ന് കൊടുക്കാം. ഡേറ്റ താഴെ ക്രിയേറ്റ് എന്നുള്ള ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായി സെറ്റ് ആയിക്കോളും. താഴെയുള്ള ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഡെസ്റ്റിനേഷൻ ഫയൽ എന്നുള്ളതിൻ്റെ അടുത്ത് നമ്മളവിടെ എവിടെയാണ് ഇത് സേവ് ആകേണ്ടത് എന്നുള്ളത് നമ്മൾ ഒരു ഫോൾഡർ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രൊഫൈൽ എന്നുള്ളതിൻ്റെ അകത്ത് നമുക്ക് ഏത് സൈസ് വീഡിയോ ആണ് വേണ്ടത്, അതായത് യൂട്യൂബാണോ ഫേസ്ബുക്കാണോ എന്നുള്ളത് ഇവിടെ കാണിച്ചു കൊടുക്കണം. ഞാൻ
ഞാനിവിടെ യൂട്യൂബ് HD വീഡിയോ ഫോർ യൂട്യൂബ് HD എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇത് സേവ് ആകേണ്ട ഒരു ഫോൾഡർ കാണിച്ചു കൊടുക്കണം. ഈ ഡ്രൈവിൽ ബ്ലോഗ് എന്നുള്ള ഒരു ഫോൾഡർ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അവിടെ സേവ് ചെയ്യണം എന്നുള്ളത് കാണിച്ചു കൊടുത്തിരിക്കുക. ഇനി സ്റ്റാർട്ട് പറഞ്ഞാൽ മതി, സ്ക്രീൻ റെക്കോർഡിങ് സ്റ്റാർട്ടാവും. ഈ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് റെക്കോർഡിങ് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡിങ് തുടങ്ങി. ഇനി നമുക്കത് മിനിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ വിവരങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാവുന്നതാണ്. എല്ലാം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ റെക്കോർഡ് ആകുന്നുണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ പേര് ഷാജി മാത്യു. ഷാജി മാത്യു. ഇനി ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാം. റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ആ റെക്കോർഡ് ചെയ്തത് അല്ലാതെ സ്ക്രീനിൽ കാണുന്നുണ്ട്. നമ്മൾ ചെയ്തതെല്ലാം സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് VLC മീഡിയ പ്ലെയർ സ്ക്രീൻ റെക്കോർഡിങ്ങിനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലാകാത്തവർ ഒന്നും കൂടെ ഈ വീഡിയോ ആദ്യം തൊട്ട് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.